അങ്ങ് കർക്കശക്കാരൻ. അപ്പം നമ്മൾ മക്കളെ അടിച്ച് വളർത്തണം, കർക്കശമായിട്ട് വളർത്തിയാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നത് ഫരിസേയ സ്വഭാവമാണ്. എന്നാൽ അതിനേക്കാൾ ശക്തമാണ് ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മക്കളെ വളർത്താം. 2 ദിവസം മുമ്പൊരു മെസ്സേജ് വാട്സപ്പിൽ ഒരാൾ തന്നത് ഇങ്ങനെയാണ്. അയാൾക്ക് പരിചയമുള്ള ഒരു ആൾ കുഞ്ഞിൻ്റെ ചെവിയിൽ എല്ലാ ദിവസവും യേശു 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. 1.5 വയസ്സായപ്പോൾ എന്തോ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു കൗൺസിലിംഗ് ചെയ്തപ്പോൾ ആ കൗൺസിലർ ഇങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൗൺസിലർ പറയുകയാണ്, ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? അതെന്താ? ഈ കുഞ്ഞിനോട് ആരെങ്കിലും കുറേ പ്രാവശ്യം യേശു യേശു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്താ അങ്ങനെ പറയണേ? അല്ല, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ തലച്ചോറ് മുഴുവനും യേശു യേശു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അത് മാത്രം ഇതിൻ്റെ തലയിലുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ കുഞ്ഞുനാളിലെ നമ്മൾ നല്ല അടി തരൂട്ടാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ സാവധാനം നല്ല അടി ഇങ്ങോട്ട് തരണവനായിട്ട് മാറും. മനസ്സിലായിക്കോ? എന്ത് അവരിങ്ങോട്ട് ചെയ്യണോ അത് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. അതാണ് ഗോൾഡൻ റൂൾ. പ്രൈസ് ദ ലോർഡ്. സുവർണ നിയമം മത്തായി 7:12. ഇതാണ് പുതിയ നിയമം. സുവർണ നിയമം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അങ്ങോട്ട് ചെയ്യുക. അമ്മായിയമ്മ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആദ്യം സ്നേഹിച്ചാൽ മതി, കാര്യം നടക്കും. കൊച്ചുകുട്ടികൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കർക്കശമായിട്ട് പെരുമാറാതെ അവരെ അങ്ങോട്ട് സ്നേഹിക്കുക. ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ തമ്മിലുള്ള ബന്ധത്തിലെല്ലാം ഈ ഗോൾഡൻ റൂൾ. ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് യേശു കേന്ദ്രീകൃതമായൊരു പ്രാർത്ഥന ഉണ്ടാകുന്നത്. നമ്മൾ ഉടനെ പഴയ നിയമത്തിലേക്ക് പോകരുത്. നമ്മളിപ്പോൾ പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ എല്ലാം യേശു, പരിശുദ്ധാത്മാവ്, ഇവർ നമ്മുടെ 2 സഹായകർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും. നമ്മൾ വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ച് സംശയവും പ്രയാസവും ആയിരിക്കും. കാരണം നാളിതുവരെ നമ്മൾ ഈ 10 കൽപ്പനകളെ മാത്രം പിടിച്ചുകൊണ്ടാണ് ജീവിച്ചേക്കണത്. അത് ചില്ലിട്ട് വയ്ക്കുന്നുണ്ട് ചിലയിടത്ത്. ഒരു പ്രയോജനമില്ല. നമ്മൾ ആരാണ്? യഹൂദരാണോ ക്രിസ്ത്യാനിയാണോ? നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ കർത്താവ് ഈശോ ഒരു കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട്. ആ കൽപ്പന ഒറ്റ കൽപ്പനയുള്ളൂ. എന്താണ് ആ കൽപ്പന? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അതിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു. സഹോദരനെ ഇപ്പോൾ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ വസ്തു മോഹിക്കോ? അന്യനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ വസ്തു കട്ടെടുക്കുമോ? അപ്പോൾ സ്നേഹം കൽപ്പനകളുടെ പൂർത്തീകരണമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, എങ്ങനെയാ സ്നേഹം നമുക്ക് ലഭിക്കും? പരിശുദ്ധാത്മാവിലൂടെ. നമുക്കൊന്ന് സ്തുതിക്കാം. ഇതെല്ലാം കേട്ടു നമുക്ക് സന്തോഷിക്കാം. കണ്ടിട്ടും കാണാതെ പരിശുദ്ധാത്മാവ് എല്ലാം സഹായിക്കും എന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സ്തോത്രം. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ
പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. നമ്മളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ഒരു സംഭവം, പ്രാർത്ഥിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തുക. നീന്തൽ പഠിക്കാൻ ഇതേമാതിരി തിയറി കുറേ കേട്ടതുകൊണ്ട് നീന്തൽ പഠിക്കുമോ? വെള്ളത്തിലെടുത്ത് ചാടണം എന്ന മാതിരിയാണ് മദർ തെരേസ പറഞ്ഞിരിക്കുന്നതാണ്, പ്രാർത്ഥിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. നമ്മൾ മദർ തെരേസയെക്കുറിച്ച് എല്ലാം ഭയങ്കരമായിട്ട് കേട്ടു ഇല്ലേ? പക്ഷേ അധികം ആരും പറയണത് കേട്ടില്ല. എന്ത് കേട്ടില്ല? എങ്ങനെയാണ് മദർ തെരേസ ഇതുപോലൊരു വിശുദ്ധയായത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധയായത്? പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. എന്തായിരുന്നു മദറിനെ ഇത്രയും ശക്തി പ്രദാനം ചെയ്തത്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഏകദേശം കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടി. ഒരുപക്ഷെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് ടോക്കുകളൊന്നും അല്ലെങ്കിലും പുതിയ നിയമത്തിൻ്റെ സാരാംശം നമ്മളിൽ കിട്ടി. ദൈവരാജ്യം എന്തെന്നും ദൈവനീതി എന്തെന്നും ഒരു ഉദ്ദേശം മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ താനേ പ്രാർത്ഥന ഉയരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഗ്രൂപ്പുകളായിട്ട് കുറച്ച് തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ കുർബാന വരെ നമ്മളങ്ങനെ ഒന്ന് ഗ്രൂപ്പിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, നമ്മൾ ഗ്രൂപ്പാകാം. ആ നമ്പർ എടുത്ത് നമുക്ക് ഗ്രൂപ്പാകാം. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയെ നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഗ്രൂപ്പായി കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ചിരുന്നാൽ ആദ്യം നിങ്ങൾ ഒരു ലീഡറെ തിരഞ്ഞെടുക്കണം, ആ ഗ്രൂപ്പിനെ ഒന്ന് നയിക്കാൻ വേണ്ടി. ആ ലീഡർ തൽക്കാലം ഇന്നത്തേക്ക് മാത്രമുള്ള ലീഡറാണ്, നാളെ ലീഡറല്ല അദ്ദേഹം. ഇന്നത്തെ ഗ്രൂപ്പിൻ്റെ ലീഡർ. അവിടെ അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഞങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരാലോചന തരും. ഒരു വിഷയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അത് നിങ്ങൾ പറയുക, അത് ലീഡർ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയും. മിക്കവാറും പരിശുദ്ധാത്മാവ് തന്നെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ നീ തന്നെ പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ ആത്മാവിനോട് ചേർന്ന്. അപ്പോൾ ഭാഷാപരത്തിൽ വചനത്തിലും എല്ലാം ചേർന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ദർശനങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം വരാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഒരാൾക്ക് കിട്ടുകയാണ് ഇങ്ങനെ ഭാരതത്തിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര കാർമേഘം വരുന്നത് കാണുന്നു. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾക്ക് കാണുകയാണ് ആ കാർമേഘം മാറി 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 ഇങ്ങനെ പോയി അറബിക്കടലിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, നല്ല ക്ലീനായി. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള പല ദർശനങ്ങളും പലതും നിങ്ങൾ എന്തിന് പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ദർശനങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് പ്രാർത്ഥന കൂടുതൽ മുന്നോട്ട് പോകും. റെഡി? ഓക്കെ, നമ്മൾ